Hello everyone, welcome to Pachavalam Education. So in this video, we are going to discuss about projection in computer graphics. So computer graphicsലെ കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് പ്രൊജക്ഷൻസ്. നമുക്ക് ആദ്യമൊന്നും നെറ്റ് എക്സാമിന് പ്രൊജക്ഷൻസിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രെൻഡ് കുറച്ചുകൂടി മാറി, കുറച്ചുകൂടി 3D ഗ്രാഫിക്സ് അതുപോലെ 3D ട്രാൻസ്ഫോർമേഷൻസിലോട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ. Okay, so first of all, projection is the process of converting a 3D object into a 2D object, 2D image on a projection plane. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു 3D ഒബ്ജക്റ്റിന്റെ ഫോട്ടോഗ്രാഫ് നമ്മുടെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 3D ഒബ്ജക്റ്റ് നമ്മുടെ ഫോണിൽ 3D ആയിട്ടല്ല നമുക്ക് വ്യൂ ചെയ്യുന്നത്, നമുക്ക് 2D ആയിട്ടാണ് വ്യൂ ചെയ്യുന്നത്. So a 3D object is transformed into 2D object. That is, the transformation of 3D to 2D is nothing but called as projection. Okay. So 2D image എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിനെയാണ് 2D ഇമേജിൽ ഡിസ്പ്ലേ ആവുന്നത്. സോ പ്രൊജക്ഷൻ പ്ലെയിൻ ക്യാൻ ബി നമ്മുടെ സ്ക്രീൻ ആവാം, മോണിറ്ററിന്റെ സ്ക്രീന്, അതുപോലെ നമ്മൾ പേപ്പറിൽ ഒരു 3D ഒബ്ജക്റ്റ് നമ്മളൊരു പേപ്പറിൽ ഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ 2D ഇമേജ്, നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് പേപ്പർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പറയാം ഒരു n ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ n-1 ഡയമെൻഷനിലോട്ട് മാറ്റുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയാം. കാരണം ഇപ്പൊ നമുക്ക് n ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ 3-1 ആയിട്ടുള്ള 2 ഡയമെൻഷനിലോട്ട് മാറ്റുകയാണ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് 3D ഒബ്ജക്ട് ടു 2D ഒബ്ജക്ട്. സോ ഇവിടെ മനസ്സിലാക്കുക, ഒരു 3D ഒബ്ജക്റ്റിനെ 2D പ്ലെയിനിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഒരു 3D ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം 3 കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, എക്സും വൈയും അതുപോലെ സെറ്റും. സോ അതിനെ 2Dയിലോട്ട് മാറ്റുന്ന സമയത്ത് 2 കോർഡിനേറ്റ്സ് ആണ് ഉണ്ടാവുക, എക്സും വൈയും. ഇനി നിങ്ങൾ നോക്കേണ്ടതാണ് എന്താണ് പ്രൊജക്ഷൻ പ്ലെയിൻ അല്ലെങ്കിൽ വ്യൂ പ്ലെയിൻ എന്താണെന്ന് നോക്കണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനിവിടെ ഒരു ക്യൂബ് വരയ്ക്കുന്നുണ്ട്, ഒരു 3D ക്യൂബ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ 3D ക്യൂബിനെ എനിക്ക് എന്താണ് എന്റെ പ്രൊജക്ഷൻ പ്ലെയിനിലോട്ട് അല്ലെങ്കിൽ എന്റെ 2D ഇമേജ് ആയിട്ട് കൊണ്ടുവരേണ്ട എന്റെ പ്ലെയിനിലോട്ട്, വ്യൂ പ്ലെയിനിലോട്ട് എനിക്ക് മാപ്പ് ചെയ്യണം. സോ ഈ എവിടെയാണോ ഈ ഒരു 3D ഒബ്ജക്റ്റിനെ 2D ഒബ്ജക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് വ്യൂ ചെയ്യിപ്പിക്കുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊജക്ഷൻ പ്ലെയിൻ, അല്ലെങ്കിൽ പറയുന്ന പേരാണ് വ്യൂ പ്ലെയിൻ. പ്രൊജക്ഷൻ പ്ലെയിൻ ഓർ വ്യൂ പ്ലെയിൻ. ഓക്കെ, സോ ഇനി നോക്കേണ്ടതാണ് ഈ ഒരു 3D ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ഇമേജിനറി റേസുകളുണ്ട്, ഇമേജിനറി ലൈൻസുകളുണ്ട്. ആ ലൈൻസ് ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ഷൻ പ്ലെയിനിൽ ഈ 3D ഒബ്ജക്റ്റിന്റെ കറസ്പോണ്ടിങ് 2D ഇമേജ് വ്യൂ ആവുന്നത്. സോ ഈ ഇമേജിനറി ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടേഴ്സ്. ഓക്കെ, പ്രൊജക്ടേഴ്സ് എന്ന് പറയാം. ക്ലിയർ? സോ നമ്മൾ നോക്കാം, സപ്പോസ് നിങ്ങളുടെ അടുത്തൊരു 3D ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്, 2D ആണ്. സോ ഈ ഒരു 3D ക്യൂബിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2D സ്ക്രീനിലോട്ട് ഷോ ചെയ്യിപ്പിക്കണം. ആ ഒരു മെത്തേഡ് ഓഫ് റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് പ്രൊജക്ഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇമേജിനറി പ്ലെയിൻ ഓൺ വിച്ച് ദ ഇമേജ് ഇസ് ഫോംഡ് ഓഫ് ദ 3D ഒബ്ജക്റ്റ്. സോ ഇറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടർ സ്ക്രീൻ, അല്ലെങ്കിൽ നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ഒക്കെ നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിൻ അല്ലെങ്കിൽ വ്യൂ പ്ലെയിൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇമേജിനറി ലൈൻസ് ആണ് ഒബ്ജക്റ്റിൽ നിന്നും പോയിന്റ് ചെയ്യുന്ന, പ്രൊജക്ഷൻ പ്ലെയിനിലോട്ട് പോയിന്റ് ചെയ്യുന്ന ലൈൻസിനെയാണ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രൊജക്ഷന്റെ ടൈപ്സുകൾ എന്ന് നോക്കാം. സോ നമുക്ക് പഠിക്കാനുള്ളത് പ്രൊജക്ഷന്റെ ടൈപ്സുകളാണ്. അതിൽ നിന്നാണ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ പ്രൊജക്ഷൻ, ഈ ഒരു മൈൻഡ് മാപ്പ് ഓർത്ത് വെക്കുക. പ്രൊജക്ഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഓക്കെ, പാരലൽ പ്രൊജക്ഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ഓക്കെ, അഗെയിൻ ഈ പാരലൽ പ്രൊജക്ഷനെ വീണ്ടും 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ആർ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ദെൻ ഒബ്ലിക് പ്രൊജക്ഷൻ. ഓക്കെ, ഇനി ഒബ്ലിക് പ്രൊജക്ഷൻ വീണ്ടും നമ്മൾ 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ കവലിയർ പ്രൊജക്ഷൻ ആൻഡ് ക്യാബിനറ്റ് പ്രൊജക്ഷൻ. ഓക്കെ, ഇനി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ അകത്ത് നമുക്ക്
നമുക്ക് 3 വ്യൂസുകൾ കിട്ടും. അതായത് 3 ടൈപ്പ് ആയിട്ട് ഈ ഒരു ഓർത്തോഗ്രാഫിക് വ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഏതൊക്കെ വ്യൂസുകളാണെന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂ, ദെൻ ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഓക്കെ, ഈ 3 വ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇമേജ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ദെൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ തന്നെ നമ്മൾ ആക്സണോമെട്രിക് പ്രൊജക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആക്സണോമെട്രിക് പ്രൊജക്ഷൻ. ഈ ഒരു ആക്സണോമെട്രിക് പ്രൊജക്ഷന്റെ അകത്ത് നമുക്ക് 3 ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ഉണ്ട്, വിച്ച് ആർ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡൈമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു കാര്യം മൈൻഡിൽ ഉണ്ടായിരിക്കുക. പ്രൊജക്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2, പാരലൽ ആൻഡ് പെർസ്പെക്റ്റീവ്. Parallel is again divided into 2, orthographic and oblique. ഓർത്തോഗ്രാഫിക്കിൽ നമുക്ക് 3 വ്യൂസ് കിട്ടും. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ദെൻ ഒബ്ലിക്കിന്റെ അണ്ടറിൽ നമുക്ക് കെവലിയർ പ്രൊജക്ഷനോ അതുപോലെ ക്യാബിനറ്റ് പ്രൊജക്ഷനോ ആണുള്ളത്. ദെൻ ആക്സണോമെട്രിക്കിന്റെ അകത്ത് വരുന്ന 3 ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ആണ് ഐസോമെട്രിക്, ഡൈമെട്രിക് ആൻഡ് ട്രൈമെട്രിക്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് പാരലൽ പ്രൊജക്ഷൻ എന്നാണ്. സോ പാരലൽ പ്രൊജക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ പ്രൊജക്ടേഴ്സും എല്ലാ ഇമേജിനറി ലൈൻസും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, അതായത് പാരലലി ആയിട്ടാണ് അവർ പ്രൊജക്ഷൻ പ്ലെയിനിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നോക്കുക നിങ്ങൾ. ഇവിടെ കണ്ടോ, ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 3D ഒബ്ജക്റ്റിനെ എനിക്ക് ഈ ഒരു വ്യൂ പ്ലെയിനിൽ അല്ലെങ്കിൽ പ്രൊജക്ഷൻ പ്ലെയിനിൽ വ്യൂ ചെയ്യിപ്പിക്കണം. സോ ഇവിടെ പോകുന്ന ഇതാണ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജിനറി ലൈൻ ദാറ്റ് സ്ട്രൈക്ക് ഓൺ ദ വ്യൂ പ്ലെയിനെയാണ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രൊജക്ടേഴ്സിനെ എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതാണ് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കണം എന്നില്ല. ബിക്കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് വീണ്ടും പാരലൽ പ്രൊജക്ഷനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാരലൽ പ്രൊജക്ഷന്റെ അകത്ത് ഈ പ്രൊജക്ടേഴ്സ് എല്ലാം പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് ഈ കണ്ടോ, ഈ ഇമേജ് ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ ഈ ഒരു ഇമേജ് ലൈൻ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഇമേജ് ലൈൻസും എന്തായിരിക്കും? പ്രൊജക്ടേഴ്സ് എന്തായിരിക്കും? പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. നെവർ കോയിൻസൈഡ്. അവർ ഒരിക്കലും ഒരു പ്ലേസിൽ പോയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതാണ് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ആ പാരലൽ പ്രൊജക്ഷൻ നമുക്ക് എന്തുണ്ട്? ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുന്നത്. പക്ഷെ അതെന്തല്ല, റിയലിസ്റ്റിക് വ്യൂ അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്താണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ പാരലൽ പ്രൊജക്ഷന്റെ അകത്ത് പറഞ്ഞ സമയത്ത് എന്താണ്? പ്രൊജക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആയിരുന്നു അല്ലെ. പക്ഷെ 90 ഡിഗ്രി ആവണം എന്നില്ല കേട്ടോ. ഇതിന്റെ ടൈപ്സിൽ വരുന്നതാണ്, ഓർത്തോഗ്രാഫിക്കിൽ വരുന്നതാണ് 90 ഡിഗ്രി. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ദെൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിനറി ലൈൻസ്, അതായത് പ്രൊജക്ടേഴ്സ് ഒക്കെ എന്താവണമെന്നില്ല, പാരലൽ ആവണമെന്നില്ല. ബിക്കോസ് ഇവിടെ നോക്കൂ, ഇങ്ങനെ പോയിട്ട് ദേ ആർ കോയിൻസൈഡിങ് സംവർ, ഒരു ദൂരെയുള്ള ഒരു റെഫറൻസ് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു വാനിഷിംഗ് പോയിന്റ് എന്നാണ് ഈ ഒരു പോയിന്റിന് പറയാം. ഈ ഒരു വാനിഷിംഗ് പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവര് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നാം. സോ അതുകൊണ്ടാണ് അത് റിയലിസ്റ്റിക് വ്യൂ തരുന്നത്. പക്ഷെ അത് അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിൽ വരുന്ന ഈ ഒരു ലൈൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് എ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ദൂരെ എവിടെയോ എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു റെയിൽവേ ട്രാക്ക് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം എന്ത് ചെയ്യാം, ദൂരെ എവിടെയോ പോയിട്ട് ആ ട്രാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ആയിട്ട് നമുക്ക് തോന്നാം അല്ലെ, ദൂരെ എവിടെയോ പോയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാം. ഓക്കെ, സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കോൾഡ് ആസ് പാരലൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. സോ ഇവിടെ നോക്കാം, പ്രൊജക്ടേഴ്സ് മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ആ ഒരു പോയിന്റിനെയാണ് വാനിഷിംഗ് പോയിന്റ് അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്നുണ്ട്. ഗെയിംസുകളിലും ആനിമേഷനിലും VR ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാരലൽ പ്രൊജക്ഷന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇമേജിന്റെ സൈസ് എന്താണോ അതുപോലെ തന്നെയാണ് ആ ഒരു 2D പ്ലെയിനിൽ വ്യൂ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഇമേജിന്റെ സൈസ് എന്താണോ അതുപോലെ തന്നെയാണ് ഇവിടെ വ്യൂ ചെയ്യുന്നത്. പക്ഷേ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജും ഒബ്ജക്റ്റും ഈ ഒരു വ്യൂ പ്ലെയിൻ തമ്മിലെ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇത് എന്തായിട്ട് മാറും? ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കാണുക. ഇവിടെ കണ്ടു നിങ്ങൾ, ഇതിന്റെ സൈസ് എത്രയാണോ അത് റെഡ്യൂസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ടാണ് റിയലിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ
നമ്മൾ ഒരാളെ അടുത്തുനിന്ന് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പിക്ചറും അയാൾ തന്നെ കുറച്ച് ദൂരെ പോയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് നമ്മുടെ അടുത്ത് വന്ന് കാണുന്ന അത്രയും സൈസിലൂടെ നമുക്ക് സൈസായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സോ അതാണ് ആക്ച്വലി റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ. സോ റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ എപ്പോഴും ഏതാണ് പോസിബിൾ, ഹ്യൂമൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇറ്റ് മോസ്റ്റ്ലി ക്ലോസ്ലി റിസംബിൾസ് ദ ഹ്യൂമൻ വിഷനെയാണ് റിസംബിൾ ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട് നമുക്ക് റോഡോ റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ലോങ് കോറിഡോർ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് നമുക്ക് സ്മോളർ ആയിട്ട് തോന്നും. അതുപോലെ പാരലൽ ലൈൻ സീംസ് ടു മീറ്റ് അറ്റ് എ പോയിന്റ് കോൾഡ് ആസ് വാനിഷിംഗ് പോയിന്റ്. ഓക്കെ, ദെൻ സോ നമ്മൾ പാരലൽ പ്രൊജക്ഷനും അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്, വിച്ച് ആർ ഓർത്തോഗ്രാഫിക് ആൻഡ് ഒബ്ലിക്. സോ ഓർത്തോഗ്രാഫിക്കിന്റെ കേസിൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്, പ്രൊജക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്രൊജക്ഷൻ പ്ലെയിൻ. അതായത് നോക്കാം, ഇവിടെ നോക്കൂ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ കേസിൽ ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ഈ ഒരു ഇമേജിനറി ലൈൻസ് ഓർ പ്രൊജക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഓൾസോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രിയാണ് കേട്ടോ. അപ്പൊ അതിനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒബ്ലിക് പ്രൊജക്ഷന്റെ കേസിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കില്ല, 90 ഡിഗ്രി ആയിരിക്കില്ല. പക്ഷെ ഈ പ്രൊജക്ഷൻ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൊജക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും, പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓർത്തോഗ്രാഫിക്കിന്റെ വ്യൂസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഓർത്തോഗ്രാഫിക്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഇങ്ങനെ 3 വ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഫ്രണ്ട് വ്യൂവിന്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈറ്റും അതുപോലെ വിഡ്ത്തും ആണ് കിട്ടുന്നത്. ടോപ്പ് വ്യൂവിന്റെ അകത്ത് വിഡ്ത്തും ഡെപ്തും, സൈഡ് വ്യൂവിന്റെ അകത്ത് ഹൈറ്റും ഡെപ്തും ആണ് നമുക്ക് കിട്ടുക. നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നോക്കുക, ഇവിടെ നോക്കൂ, സൈഡ് വ്യൂവിന്റെ അകത്ത് ഇപ്പൊ ഈ ഒരു ഇമേജ്, ഇതാണ് എന്റെ 3D ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജിന്റെ സൈഡ് വ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നത് അല്ലെ, ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നത്. സോ എനിക്ക് എന്തൊക്കെ കിട്ടാം, ഈ ഒരു കാര്യം കിട്ടും അല്ലെ, ഹൈറ്റ് എനിക്ക് കിട്ടും, അതുപോലെ എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു കാര്യം കിട്ടും അല്ലെ. സോ എന്തൊക്കെ കിട്ടാം, സൈഡ് വ്യൂ എടുക്കുമ്പോൾ ഹൈറ്റും അതുപോലെ ഡെപ്തും കിട്ടും. ഇനി ഫ്രണ്ട് വ്യൂ എടുക്കുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ, ഈ ഒരു പ്ലേസിൽ നിന്നാണ് ഞാൻ ഫ്രണ്ട് വ്യൂ എടുക്കുന്നത്. സോ എനിക്ക് എന്തൊക്കെ കിട്ടാം, ഈ ഹൈറ്റും കിട്ടും അതുപോലെ വിഡ്ത്തും കിട്ടും അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ടോപ്പ് വ്യൂവിനെ പറയുന്ന അനദർ നെയിമാണ് പ്ലാൻ വ്യൂ എന്ന്. സോ പ്ലാൻ വ്യൂ, ടോപ്പ് വ്യൂ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയാ കിട്ടാം, ഇതും കിട്ടും അതുപോലെ ഇതും കിട്ടും അല്ലെ. അതായത് ഹൈറ്റും കിട്ടും വിഡ്ത്തും കിട്ടും. അതാണ് വ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 3D ഒബ്ജക്റ്റിനെ 2D പ്ലെയിനിലോട്ട് മാറ്റുന്ന സമയത്ത് മോർ ദാൻ 1 ഫേസ് ഓഫ് ദ ഒബ്ജക്റ്റ് എനിക്ക് വിസിബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രൊജക്ഷൻ ഈസ് കോൾഡ് ആസ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. അതായത് ഇപ്പൊ ഞാനൊരു 3D ഒബ്ജക്റ്റ്, ഇപ്പൊ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരുപാട് ഫേസസുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ ഈ ഒരു 2D പ്ലെയിനിൽ, പ്രൊജക്ഷൻ പ്ലെയിനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, 2 ഫേസുകളോ മോർ ദാൻ 1 ഫേസുകളോ ഒക്കെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. ഇനി ആക്സോണോമെട്രിക് പ്രൊജക്ഷനിൽ 3 ടൈപ്സ് ഉണ്ട്, ഐസോമെട്രിക്, ഡൈമെട്രിക് ആൻഡ് ട്രൈമെട്രിക്. സോ ഐസോമെട്രിക്കിന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ 3 ആക്സിസും, എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഈക്വലി ആയിട്ടായിരിക്കും ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. എല്ലാത്തിനും സെയിം സ്കെയിലാണ് അളവുകൾ വരുന്നത്. ഓക്കെ, ദെൻ വരുന്നതാണ് ഡൈമെട്രിക് പ്രൊജക്ഷൻ. ഡൈമെട്രിക്കിന്റെ കേസിൽ നമുക്ക് 2 ആക്സിസുകൾ സെയിം സ്കെയിലിൽ പോകും, 3ാമത്തെ ആക്സിസ് ഡിഫറെന്റ് സ്കെയിലാണ് പോകുന്നത്. ഇനി ട്രൈമെട്രിക് പ്രൊജക്ഷന്റെ കേസിൽ എന്താണ്, 3 ആക്സിസും ഡിഫറെന്റ് സ്കെയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഐസോമെട്രിക്കിന്റെ കേസിൽ എക്സും വൈയും സെറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ സ്കെയിലാണ് പോകുന്നത്. ഓക്കെ, എക്സ് നമ്മൾ 2 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ വൈയും അതുപോലെ സെറ്റും 2 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഇനി ഡൈമെട്രിക്കിന്റെ കേസിൽ എക്സും വൈയും എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആയിട്ടാണ് പോകുന്നത്, പക്ഷേ സെഡ് എന്ന് പറയുന്ന വാല്യൂ അൺഈക്വൽ ആണ് പോകുന്നത്. ഇനി ട്രൈമെട്രിക്കിന്റെ കേസിൽ എന്താണ്, എക്സും വൈയും സെറ്റും എന്താണ്, അൺഈക്വലി സ്കെയിൽഡ് ആണ്. ഓക്കെ, ദെൻ ഇനി എന്താണ് ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് നോക്കാം. സോ നമ്മൾ പാരലൽ പ്രൊജക്ഷന്റെ 2 ടൈപ്പാണ്, ഓർത്തോഗ്രാഫിക്കും അതുപോലെ ഒബ്ലിക് പ്രൊജക്ഷനും. ഇനി എന്താണ് ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് നോക്കാം. ഒബ്ലിക് പ്രൊജക്ഷന്റെ കേസിൽ എന്താണ്, പെർപെൻഡിക്കുലർ ആയിരിക്കില്ല, പ്രൊജക്ടേഴ്സും വ്യൂ പ്ലെയിനും തമ്മിലെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ആൻ ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് നോക്കാം. ദെൻ ഒബ്ലിക് പ്രൊജക്ഷൻ അണ്ടർ നമുക്ക് 2 ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻ വരുന്നുണ്ട്, കവാലിയർ പ്രൊജക്ഷനും ക്യാബിനറ്റ് പ്രൊജക്ഷനും. സോ എന്താണ് കവാലിയർ പ്രൊജക്ഷൻ എന്ന് നോക്കാം.
ദെൻ കവലിയർ പ്രൊജക്ഷന്റെ കേസിൽ ഇവിടെ വരുന്ന ആ ഒരു സ്ട്രൈക്കിംഗ് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അത് നോട്ട് ഡൗൺ ചെയ്യാം. അതായത് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന പ്രൊജക്ടേഴ്സ് പ്രൊജക്ഷൻ പ്ലെയിനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ നോക്കേണ്ടതാണ് ഇവിടെ ഒരു ഫോർ ഷോർട്ടനിങ് ഉണ്ടായിരിക്കില്ല. ഫോർ ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒബ്ജക്റ്റിന്റെ ആ ഒരു ഡെപ്ത് കുറച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രൊജക്ഷൻ പ്ലെയിനിൽ കാണാൻ പറ്റില്ല. എക്സാക്ട്ലി എന്താണോ അതിന്റെ ഡെപ്ത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ഷൻ പ്ലെയിനിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. ഓക്കെ, ഇനി കവലിയർ പ്രൊജക്ഷന്റെ കേസിൽ എന്താണ്, നമ്മൾ പറഞ്ഞു ആക്ച്വൽ ഡെപ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഒറിജിനലി വരുന്ന പ്രൊജക്ഷൻ പ്ലെയിനിലുള്ള 2D ഇമേജിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻസ് എല്ലാം പ്രിസർവ്ഡ് ആണ് അല്ലെ. 10 സെന്റിമീറ്റർ ആണ് അതിന്റെ 3D ഒബ്ജക്റ്റിന്റെ ഡെപ്ത് എങ്കിൽ അതുപോലെ തന്നെ ഇമേജ് വിസിബിൾ ആക്കാൻ വേണ്ടി പറ്റും. ദെൻ ഒബ്ജക്ട്സ് ഒന്നുകൂടി സ്ട്രെച്ച്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് അൺറിയലിസ്റ്റിക് ആയിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ അടുത്തുനിന്ന് ഒരാളെ കാണുന്ന സമയത്തും ദൂരെ നിന്ന് ഒരാളെ കാണുന്ന സമയത്തും സൈസിൽ നമുക്ക് വ്യത്യാസം തോന്നിയാലേ അതൊരു റിയലിസ്റ്റിക് ആയി തോന്നുള്ളൂ അല്ലെ. അല്ലാതെ ദൂരെ പോയിട്ട് ആ ഒരു ആൾ തന്നെ ദൂരെ പോയി നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുന്ന അതുപോലെ തന്നെ ആ സൈസിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് എങ്ങനെയായിരിക്കും, നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. സോ ഇവിടെ എന്താണ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, ബിക്കോസ് ദർ ഈസ് നോ ഫോർ ഷോർട്ടനിങ്. ഓക്കെ, ദെൻ നോക്കുന്നതാണ് എന്താണ് ക്യാബിനറ്റ് പ്രൊജക്ഷൻ. സോ ക്യാബിനറ്റ് പ്രൊജക്ഷന്റെ കേസിൽ നിങ്ങൾ നോക്കുക, ദർ ഈസ് ഫോർ ഷോർട്ടനിങ്. കാരണം എന്തായിരുന്നു അതിന്റെ ഡെപ്ത്, ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. ആക്ച്വൽ ഡെപ്തിന്റെ 1/2 ആയിരിക്കും നമുക്ക് പ്രൊജക്ഷൻ പ്ലെയിനിൽ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഒന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. സോ ഇവിടെ ഉണ്ട് എന്താണ് കവലിയർ പ്രൊജക്ഷൻ ആൻഡ് ക്യാബിനറ്റ് പ്രൊജക്ഷൻ. ഇപ്പൊ കവലിയറിന്റെ കേസിൽ ഡെപ്തിൽ ഒരു ചേഞ്ചും ഇല്ല, പക്ഷെ ക്യാബിനറ്റ് പ്രൊജക്ഷന്റെ കേസിൽ ആക്ച്വൽ ഡെപ്തിന്റെ 1/2 പോർഷൻ ആയിരിക്കും വ്യൂ ചെയ്യുന്നുണ്ടാവും, ഒന്നുകൂടി റിയലിസ്റ്റിക് ആണ്. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഈ ഒരു കേസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ, ഒബ്ലിക് പ്രൊജക്ഷൻ, കവലിയർ പ്രൊജക്ഷൻ, ക്യാബിനറ്റ് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ. സോ ഓരോ പ്രൊജക്ഷനും അതിന്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, ഒബ്ലിക് പ്രൊജക്ഷന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആംഗിൾ ബിറ്റ്വീൻ ദ പ്രൊജക്ടേഴ്സും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. സോ ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 4. ദെൻ കവലിയർ പ്രൊജക്ഷന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, കവലിയർ പ്രൊജക്ഷന്റെ കേസിൽ എന്താ, ഫോർ ഷോർട്ടനിങ് അവിടെ ഇല്ല അല്ലെ. ഫോർ ഷോർട്ടനിങ് ഇല്ല, ക്യാബിനറ്റ് പ്രൊജക്ഷന്റെ അണ്ടറിലാണ് ഫോർ ഷോർട്ടനിങ് ഉള്ളത്. സോ ഇറ്റ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 2. ദെൻ ക്യാബിനറ്റ് പ്രൊജക്ഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫോർ ഷോർട്ടനിങ് ഉണ്ട്, ആക്ച്വൽ ഡെപ്തിന്റെ 1/2 പോർഷൻ ആണ് വ്യൂ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ദർ ഈസ് ഫോർ ഷോർട്ടനിങ്. ലൈൻ ഇവിടെയാണ് വരുന്നത്, സി നമുക്ക് 1 കൊടുത്തു, ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ ഷോർട്ടൻഡ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ കേസിൽ എന്തായിരുന്നു, പ്രൊജക്ടേഴ്സ് എവിടെയാണോ സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഒരു വ്യൂ പ്ലെയിനിൽ 90 ഡിഗ്രി ആയിരിക്കും അത് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ദിസ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ദിസ്. ഓക്കെ, താങ്ക് യു.